ഹലോ, ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. അമേരിക്കയുടെ ദാരിദ്ര്യം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അമേരിക്കയിലുള്ള ഒരു മലയാളിയുടെ ദാരിദ്ര്യം കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഈ പറയുന്ന ഇൻഡോ അമേരിക്കൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ബാക്ക് യാർഡ്, ഗ്രോസറി ഷോപ്പിംഗ്, ബാക്ക് യാർഡിലെ റോസ്, ഗ്രില്ലിംഗ് സ്റ്റേഷൻ, മോർണിംഗ് വാക്ക്, ഗ്രൂമിംഗ് വീഡിയോസ്, ഇതൊക്കെ മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ശരിക്കുള്ള അമേരിക്കയുടെ ദാരിദ്ര്യം നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ഒരു കൊല്ലം മുന്നേ നാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത് വരുമ്പോൾ ഞാനും ഇതൊക്കെ കണ്ടിട്ടാ വന്നേ. ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായേ, നല്ല കാശ് വേണം, എന്നാലേ അങ്ങനെയൊക്കെ ആവാൻ പറ്റുള്ളൂ. പണിയെടുക്കണം, നല്ല പണിയെടുക്കണം. അവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തോരം പണിയെടുത്താ അങ്ങനെയൊക്കെ ആവാൻ പറ്റും? അതിൻ്റെ റിസർച്ചിലാണ് ഞാൻ. ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളെയും കാണിച്ചു തരാം. ബൈ ദ ബൈ, ഈ ചേരേന തിന്നണ നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തിന്നണം എന്നൊക്കെ ആൾക്കാർക്ക് പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഈ നാട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ഈ നാടിനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു ലൈഫ് ജേണലായിട്ട് ഇത് കൂട്ടിയാൽ മതി നിങ്ങൾ. ഇതിനകത്ത് ഫുള്ള് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേയും കാണണേയും കാര്യങ്ങളൊക്കെയാണ്. എനിക്കെന്ത് തോന്നുന്നു, എനിക്കെന്ത് തോന്നി എന്നുള്ളത്. അതിൽ ആരും ഹേർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ ഈ ചെറിയ മണ്ടയ്ക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമാണ്. സ്റ്റേ ട്യൂൺഡ്. സീ യു നെക്സ്റ്റ് വീഡിയോ.